വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മുണ്ടൂർ കോൾപ്പാടത്താണ്. നമ്മുടെ ഇസാഫും ഈ മുണ്ടൂർ പഞ്ചായത്തുമായിട്ട് നമ്മളിവിടെ നിറയെ 200 ഏക്കറിൽ കൂടുതലായിട്ട് നമ്മളിവിടെ ഉഴുന്ന് വിതച്ചിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നൊക്കെ നന്നായിട്ട് വിളഞ്ഞത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉഴുന്നുണ്ടാവുന്നത് കേട്ടോ. നമുക്ക് അപ്പോൾ കാണിച്ചു തരാം പാകമായിട്ടുള്ള ഉഴുന്ന്. ഇതാണ്ടോ നമ്മുടെ ഉഴുന്ന്. ഇത് കാണുന്നതാണ് നമ്മുടെ ഉഴുന്ന് പരിപ്പ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഉഴുന്ന് പരിപ്പ്. ഇനി ഇത് നമുക്കിത് കണ്ടുപരിചയം ഉണ്ടാവില്ല. നമ്മൾ വെളുത്തിട്ടുള്ള ഉഴുന്നാണ് കണ്ടേക്കുന്നത്. ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉഴുന്നാവുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഉഴുന്ന് പറിച്ചെടുക്കണേന്നുള്ളത് കാണാം. കണ്ടാലോ? ഇതാണ് കേട്ടോ നമ്മുടെ ഉഴുന്ന് ചെടി. ഏകദേശം ഇത്രയ്ക്കേ വരുള്ളൂ, ഒരു ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ ഇതിന്. നമ്മളിത് പറിച്ചെടുക്കുവാണ്. നമ്മൾ ഇത്രയും പേരാണ് അത് പറിക്കാൻ വേണ്ടി വന്നേക്കണേ. ആ ചോപ്പ ടീഷർട്ട് ഇട്ടേക്കുന്ന ആളാണ് നമ്മുടെ ഗിരീഷ് സാറ്. ആളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള്. ഹോസേപ്പേട്ട ഒന്ന് പറഞ്ഞേ, സ്ഥലത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞ ശരിക്ക്. അപ്പൊ 200 ഏക്കർ ഇല്ല, 100 ഏക്കർ അല്ലേ? ഓക്കെ, ചെറുതായിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആരാ ഉദ്ഘാടനത്തിന് വരണ നാളെ? കുറച്ച് ടീം അവിടെയും കൂടി പറിക്കുന്നുണ്ട്. ജാൻസി മേഡം ഒന്ന് നോക്കി. ജാൻസി മേഡം ഇരുന്നും കിടന്നൊക്കെയാണ് നമ്മുടെ ഉഴുന്ന് പറിക്കണത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉഴുന്ന് ചെടി കാണുന്നതും അത് പറിക്കുന്നതും. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും. നമ്മുടെ ഔസേപ്പേട്ടൻ വരെ, 71 വയസ്സായ നമ്മുടെ ഔസേപ്പേട്ടൻ വരെ ആദ്യമായിട്ടാണ് ഉഴുന്ന് പറിക്കുന്നതും ഉഴുന്ന് ചെടി കാണുന്നതും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ഉഴുന്ന് ചെടി പറിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇതെങ്ങനെയാണ് ഇരിക്കുക, നമ്മുടെ പയറുമാരി നല്ല വലിപ്പമുണ്ടായിരിക്കുമോ, അതോ ചെറുതാണോ, അതോ അതിൽ എത്ര മണി ഉണ്ടാവും, അതൊക്കെ ഒരു കൗതുകമായിരുന്നു. ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഉഴുന്നിൻ്റെ പയറാണിട്ടത്. നമ്മുടെ ന്യൂജൻ കർഷകനാണ്. പണ്ടൊക്കെ പകലൊന്ന് പോകുവാനായി പണി ചെയ്തു തളരാതോ കനകപ്പൂത്താലങ്ങളേന്തിതാ, കനകപ്പൂത്താലങ്ങളേന്തിതാ. ഉഴുന്ന് സഞ്ചിയിൽ കൂടുന്നതനുസരിച്ച് ഞങ്ങളുടെ വിശപ്പും കൂടി വരുന്നുണ്ടായിരുന്നു. നമുക്കൊരു 3:30-4 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കുന്ന പതിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പാടത്തായ കാരണം നമുക്ക് ചായ കിട്ടാനൊരു ചാൻസും ഇല്ല. നമുക്ക് കിട്ടിയത് കുറച്ച് വെള്ളങ്ങളാണ്, പിന്നെ കുറച്ച് സ്നാക്സും. അപ്പോൾ അതൊക്കെ നമ്മൾ പാടത്തിരുന്ന് തന്നെ എല്ലാവരും കൂടി കഴിച്ചുകൂടാം. സ്നാക്സും വെള്ളം കുടിച്ച് നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിത് വീണ്ടും പാടത്തോട്ടേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം നമുക്ക് കുറച്ചൊന്നല്ല, കുറച്ചധികം ഉഴുന്ന് പരിപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 പറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഉഴുന്നുപാടം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉഴുന്ന് പറിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹമായിരുന്നു. ആവേശം കൂട്ടാനായിട്ട് ഓരോരുത്തരുടെ അത് മാത്രമല്ല, ഏത് സമയത്ത് നമ്മൾ വിളഞ്ഞിട്ടുള്ള നമ്മുടെ ഉഴുന്ന് പറിച്ചെടുക്കുകയാണ്. അത് നമുക്ക് പ്രത്യേക ഒരു അനുഭവമായിരിക്കും. സജിച്ചോറെണ്ണം കാണിച്ചത് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും. ഇതൊന്നും അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. അത് കണ്ടോ, പച്ച കളറാണ് നല്ലതായിട്ട്. ഇതൊക്കെയാണ് പാകമായിട്ടുള്ളത്. നമ്മൾ പറിച്ചെടുക്കുകയാണേ. നന്നായി മൂത്തത് കണ്ടോ, നമ്മൾ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിപ്പോരുന്നുണ്ട്. അത് എന്തിൻ്റെ വിത്ത്? എല്ലാവർക്കും ഓരോ കവർ കൊടുത്തേക്ക് വേണ്ട.
ആഹാ ഈ ചടം പിടിച്ചേക്കുന്നത് മൊത്തത്തിൽ പഴുത്തതാണ് നമ്മുടെ ഉഴുന്ന്. ഇത് അങ്ങനെ തന്നെ എടുക്കാന്നാണ് അവള് പറയണേ. കാരണം ഇതിലെല്ലാം അതും നന്നായിട്ട് മൂത്ത് കറുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സീനറി ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുമ്പോൾ അത്ര വലിയ രസമില്ല. കാരണം അടിപൊളി ചെളിയാണ്ടത്. ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ഫുൾ ചെളിയാണ്. ഞാൻ കോട്ടിലൊക്കെ ഇട്ടിട്ടാണ് വന്ന് നിൽക്കണേ. ഞങ്ങൾ മഴ പെയ്യുന്ന വിചാരിച്ചേട്ടെ. ശരി, നല്ല കാറ്റ് കണ്ട് നല്ല അനുഗ്രഹിച്ച ഒരു കാലാവസ്ഥയായി. മഴയൊന്നും ഇല്ലാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, വെളുത്തായിരുന്നു. ഇപ്പോൾ കറുത്ത് പോയി വെയിലുണ്ട്. 4 ഏക്കറോളം ഉഴുന്ന് കൃഷി വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ കോൾപ്പാടത്ത് ഉഴുന്ന് കൃഷി നടത്തുന്നത്. അത് മുഴുത്താഴം കോൾപ്പാടിലാണ് അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ 10 ദിവസം അത് കിട്ടേണ്ടതായിരുന്നു. 10 ദിവസം വേണം അത് ശരിയാവാനായിട്ട്. മുഴുവൻ ഫുള്ളായിട്ട് ശരിയാവണമെങ്കിൽ 10 ദിവസം വേണം. 6 ദിവസം ചെയ്യാൻ ബാക്കി റെഡി ആകുമ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കാം. അല്ലെങ്കിൽ 10 ദിവസം വേണം. അല്ലെങ്കിൽ ഇപ്പൊ കൈ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മൾ പറിക്കാം? ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. മെഷീനുണ്ട്. നമുക്കിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളുത്തിട്ടുള്ളതല്ലേ, വെള്ള കളർ? അത് 2 പ്രോസസ് നടക്കണം. അതിനുശേഷം തൊലി കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമ്മളതാ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പോ 70 വയസ്സായി ഇതിനിടയ്ക്ക് ആചാരമാണ് ഈ കറുത്ത പണി കാണുന്നത്. നമ്മളിത് ഇത്രയും പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പറയിൽ നിറയ്ക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.